ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പല്ല വാസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവ് ബൈ. റെട്രോ സൂര്യയുടെ കമ്പാക്കാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ച് പറയുകയാണെങ്കിൽ സൂര്യയുടെ കഷ്ടകാലം തുടരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം വളരെ എക്സ്പെക്റ്റേഷനോട് കൂടി പോയ കാർത്തി സുബ്രാജിൻ്റെ പടമായതുകൊണ്ട് തന്നെ വളരെ എക്സ്പെക്റ്റേഷനോട് കൂടി പോയ ഒരു ചിത്രമായിരുന്നു. പക്ഷേ നമ്മളെ നിരാശപ്പെടുത്തിയെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പോസിറ്റീവിലേക്ക് വരാം. ഈ പടത്തിൻ്റെ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഓഫ് ഓൾ സൂര്യയാണ്. സൂര്യയുടെ ആക്ടിങ്ങും അദ്ദേഹം പതിവ് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജോലി വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റോള് വളരെ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറയാം സൂര്യ. പിന്നെ സെക്കൻഡ് നമ്മുടെ ജോജുവേട്ടനും നല്ലൊരു അഭിനയമായിരുന്നു കാഴ്ചവെച്ചത്. സൂര്യയ്ക്കൊപ്പം തന്നെ നല്ല പ്രാധാന്യമുള്ളൊരു റോളായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. മൂന്നാമത്തേത് പൂജ ഹെഡ്ജിൻ്റെ ആ ഒരു ഡാൻസ്, മറ്റേ കനിമ സോങ്ങിൻ്റെ ആ ഡാൻസ് അത് കൊള്ളായിരുന്നു. പിന്നെ ആ ഒരു പാട്ടും കൊള്ളായിരുന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചില ഫൈറ്റ് സീനൊക്കെ കൊള്ളാം. ഇതൊക്കെയാണ് പോസിറ്റീവെന്ന് പറയാനായിട്ടുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം. ഡീസൻ്റായൊരു ഫസ്റ്റ് ഹാഫ്, അല്ലെങ്കിൽ വളരെ സ്ലോ ആണ്, എന്നാലും സെക്കൻഡ് ഹാഫിനെ വെച്ച് നോക്കുമ്പോൾ ഡീസൻ്റായിട്ടൊരു ഫസ്റ്റ് ഹാഫും ആവറേജിന് താഴെയുള്ളൊരു സെക്കൻഡ് ഹാഫും. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ കഥ ഏതുവഴിക്കാണ് പോകുന്നതെന്ന് സംവിധായകന് തന്നെ മനസ്സിലായില്ലെന്ന് തോന്നും. അതുപോലെയാണ് എടുത്തു വച്ചിരിക്കുന്നത് സെക്കൻഡ് ഹാഫ്. ഏതായാലും സൂര്യയുടെ കഷ്ടകാലം തുടരും. അതാണ് സിനിമ കണ്ടപ്പോൾ തോന്നിയെന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ജോലി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റോൾ വളരെ ഭംഗിയായി നിർവഹിച്ചു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ ബൗ ഫാക്ടർ അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന അതേപോലെ തന്നെ നമുക്ക് സിങ്കോം അല്ലെങ്കിൽ അയണൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജിയും അല്ലെങ്കിൽ ആ ഒരു ലെവലൊരു സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളും ലുക്കും ഒക്കെ ഇതിനും കാണുവാനും സാധിച്ചെങ്കിലും പക്ഷേ സ്റ്റോറി വൈസ് സ്ക്രീൻ പ്ലേ വൈസൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ശോകമാണെന്ന് പറയാം. അതോടൊപ്പം പൂജ ഹെഡ്ജും വലിയ റോളില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ജോർജിൻ്റെ അഭിനയം വളരെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വേറെ എടുത്ത് പറയേണ്ടത് ജയറാമേട്ടനുണ്ട്. പക്ഷേ ജയറാമേട്ടൻ ഒരു കോമാളി റോളാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സീനിയർ താരങ്ങളിൽ ഒരാൾ, നമ്മുടെ സൂപ്പർ താരങ്ങളിൽ ഒരാളായിരുന്നു ജയറാമേട്ടൻ. അദ്ദേഹത്തിൻ്റെ കുടുംബനായകനായിരുന്നു അദ്ദേഹം മറ്റു ഭാഷകളിൽ പോയി ഇങ്ങനെ ഒക്കെ അഭിനയിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു സങ്കടം തോന്നുകയാണെന്ന് പറയാം. ജയറാമേട്ടൻ്റെ ആ ഒരു കോമഡി കഥാപാത്രമൊക്കെ കോമാളി റോൾ, കോമഡി എന്ന് പറയാൻ പറ്റില്ല, കോമാളി റോളെന്ന് വേണം പറയാൻ. അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറയാം. പിന്നെ സന്തോഷ് നാരായണൻ്റെ BGMഉം പാട്ടുകളും ഒക്കെ കൊള്ളാം. അതും കനിമ സോങ് നമ്മളിങ്ങനെ എക്സ്പെക്റ്റേഷനോട് കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൊണ്ട സീൻ കൊണ്ട വെച്ച് പിന്നെയും സീൻ കഴിഞ്ഞിട്ട് പിന്നെയും ഇടയ്ക്ക് ഒന്ന് പാട്ട് തുടങ്ങുന്നത് അതൊക്കെ ഭയങ്കര ബോറായിട്ട് തോന്നി. ഒരു പാട്ട് തുടങ്ങുകയാണെങ്കിൽ അത് കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ തന്നെ പോകണം. ഇത് ഇടയ്ക്ക് കൊണ്ട സീൻ വെച്ചിട്ട് അവിടുന്ന് മാറ്റി പിന്നെ ആ ഒരു സീൻ കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെയും വന്ന് ബാക്കി പാട്ട്, അതൊക്കെ തന്നെ നമുക്കൊരു അരോചകമായിട്ട് തോന്നി. ഏതായാലും ഒന്നും പറയാനില്ല. അദ്ദേഹത്തിൻ്റെ കഷ്ടകാലം തുടരുമെന്നല്ലാതെ എന്ത് പറയാനാണ്. എന്താണെന്നറിയില്ല, അദ്ദേഹം അല്ലേ ഇപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. കാരണം തുടരെ ഇങ്ങനെ മോശ സിനിമകൾ എന്തുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നതെന്നറിയില്ല. ഒരു കാലത്ത് നല്ല സിനിമകൾ, ഗജനി, അയണ് അങ്ങനെ തുടങ്ങിയ നല്ല വാരണമായിരം തുടങ്ങിയ നല്ല സിനിമകളൊക്കെ ചെയ്ത് അദ്ദേഹം ഇപ്പോഴിതാ ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കഥയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതൊന്നും കാണാനില്ല എന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ സിനിമയിൽ ലാഫിംഗ് തെറാപ്പി അതൊക്കെയുണ്ട്. പക്ഷേ അതൊക്കെ കാണുമ്പോൾ സ്ക്രീനിൽ ചിരിയാണ്, പക്ഷേ ഓഡിയൻസ് കരച്ചിലാണ്. പൈസ പോയല്ലോ എന്നോർത്ത് ആ ഒരു ലെവലാണ്. പക്ഷേ സെക്കൻഡ് ഹാഫൊന്നും ഒട്ടും തിയേറ്ററിൽ ഇരിക്കാൻ പറ്റുന്നില്ല, സമയമേ പോകുന്നില്ല, ഭയങ്കര ലാഗായിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് പിന്നെയും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഏതായാലും നല്ലൊരു കാർത്തി സുബ്രാജിൻ്റെ പടമായതുകൊണ്ട് തന്നെ ഒരു കമ്പാക്ക് പ്രതീക്ഷിച്ച് പോയതാണ്. പക്ഷേ കഷ്ടകാലം അല്ലെങ്കിൽ സൂര്യയുടെ ആ ഒരു ദയനീയ അവസ്ഥ ഇനിയും തുടരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.